Hallelujah. Praise the Lord, praise the Lord, praise the Lord. Hallelujah. Hallelujah. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah, hallelujah. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സന്ധ്യാസമയം പ്രാർത്ഥനാധ്വനി ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ആമേൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവം ചെയ്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാധ്വനി ഗ്രൂപ്പിൻ്റെ അഡ്മിനായിരിക്കുന്ന അതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ബെൻസൺ പാസിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മറ്റ് ഈ ഗ്രൂപ്പിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേമരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മളായിരിക്കുന്ന സ്ഥാനത്തൊക്കെയും കർത്താവിൻ്റെ കൃപയിൽ കർത്താവ് നമ്മളെ സൂക്ഷിപ്പാനിടയായിത്തീരുന്നതിന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. ഇന്ന് ഈ സന്ധ്യാസമയം നമുക്ക് ദൈവവചനവുമായി അടുത്തു വരുവാൻ സ്വർഗത്തിലെ കർത്താവ് ഒരുക്കിയ ഈ വിലയേറിയ അവസരത്തിനായി സ്തോത്രം. നമ്മുടെ വിലപ്പെട്ട സമയം അല്പനേരം മാറ്റിവെച്ച് നമ്മൾ ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വളരെ അനുഗ്രഹവും ആമേൻ മഹത്വമുള്ളതായി തീരട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് രാജു വില്യം എന്നാണ്. ഞാൻ ഇവിടെ ഗുജറാത്ത് ആനന്ദിലെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ആമേൻ പ്രവർത്തകനായി ഇവിടെ ആയിരിക്കുന്നു, സുവിശേഷനായി ആയിരിക്കുന്നു. ആമേൻ. എൻ്റെ കുടുംബവും ഇവിടെയുണ്ട്. എൻ്റെ ഭാര്യ, 2 മക്കൾ. ആമേൻ. മക്കൾ 7 വീട്ടിലും പഠിക്കുന്നു. എൻ്റെ ഭാര്യയുടെ പേര് ഗീത എന്നാവുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് സഹായിക്കട്ടെ. നമുക്ക് ഒരല്പനേരത്തെ ധ്യാനത്തിനായി ആമേൻ സങ്കീർത്തനം 71-ന്റെ 18-ാം വാക്യം വായിച്ച് നമുക്ക് മുമ്പോട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാം. സങ്കീർത്തനം 71-ന്റെ 18, Psalm 71:18. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തികളെയും പ്രവൃത്തി അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുത്. ആമേൻ. പ്രൈസ് ലോർഡ്. ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ എടുക്കുന്ന ഒരു കാരണമുണ്ട്. ഇതിനകത്ത് ഈ വാക്ക് വളരെ ഒരു വിലയേറിയ ഒരു ശബ്ദമായി എനിക്ക് തോന്നുന്നു. ഭക്തനായ മനുഷ്യന്റെ ഒരു പ്രാർത്ഥനയുടെ ശബ്ദം. ആമേൻ. നമ്മൾ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ലൈവിലാണ് ഇന്ന് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിഷയങ്ങൾ ആമേൻ, നമ്മൾ പല വിഷയങ്ങളും ഈ ഗ്രൂപ്പിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ ഈ ഭക്തനായ മനുഷ്യൻ പറയുകയാണ്, കർത്താവേ, വാർദ്ധക്യത്തിലെത്തുമ്പോൾ ആമേൻ എന്നെ കൈവിടരുത്. എന്റെ ബലം ക്ഷയിക്കുന്ന ഒരു നാളുണ്ട്, എന്നെ കൈവിടരുത് എന്നുള്ള ഒരു അപേക്ഷ, ഒരു പ്രാർത്ഥനയാണ് ആമേൻ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഹൃദയത്തിൽ വളരെ ആഴത്തിൽ ഈ വചനത്തിന്റെ ഈ ഭാഗങ്ങൾ പതിയുവാനായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഈ വചനത്തിന്റെ ഈ ഭാഗങ്ങൾ എടുക്കുവാനിടയായി തീർന്നത്. ദൈവമേ, അടുത്ത തലമുറ, അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ടോ, അടുത്ത തലമുറയോട് ആമേൻ. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്കൊരാശ ഉണ്ടാകണം, ഒരാഗ്രഹം ഉണ്ടാകണം, ഒരു പ്രാർത്ഥന ഉണ്ടാകണം. എനിക്ക് അടുത്ത തലമുറയോട് ആമേൻ, വരുവാനുള്ള ഇനിയുള്ള ജനത്തിനോട് ആമേൻ അങ്ങേ പറ്റി ഒന്ന് ഉയർത്തി പറയേണ്ടതിന് ആമേൻ എന്നെ അങ്ങ് കരത്തിലൊന്ന് പിടിക്കണം. ഞാൻ ക്ഷീണിച്ചു പോകുന്ന ഒരു കാലമുണ്ട്. ചിലപ്പോൾ എനിക്ക് എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാതാകുന്ന ഒരു കാലമുണ്ട്. ആമേൻ. ആ കാലത്തിൽ അങ്ങന്റെ കരത്തിലൊന്ന് പിടിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിവർന്നു നിൽപ്പാൻ കഴിയും കർത്താവേ. ഈ ഭക്തന്റെ ഈ പ്രാർത്ഥനയുടെ ശബ്ദമാണ് എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുവാനിടയായിത്തീർന്നത്. നമ്മളുടെ ഈ അവസ്ഥകളൊക്കെ മാറി നാമും ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുവാനിടയായിത്തീരും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയാം, ദൈവമേ, അടുത്ത തലമുറ ആമേൻ
നമ്മുടെ മക്കളോട്, മറ്റു ജനത്തിനോട് നാം പറയണം. നാം എവിടെയായിരുന്നു, ഇപ്പോൾ എവിടെയായിരിക്കുന്നു, നമ്മളെ ആര് പുറത്തു കൊണ്ടുവന്നു. നാം പറഞ്ഞില്ല എങ്കിൽ നമ്മുടെ തലമുറ എങ്ങനെയാണ് നമ്മുടെ യേശുവിനെ പറ്റി മനസ്സിലാക്കുവാനിടയായിത്തീരുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ. ആമേൻ. ഞാൻ കർത്താവിന്റെ വചനം വായിച്ച് പഠിച്ചാണ് യേശുവിനെ അറിഞ്ഞു എന്ന് കരുതി ആമേൻ നമ്മുടെ മക്കളുടെ അടുത്ത് കർത്താവ് വിടുവിച്ച വഴികളെ പറ്റി പറയാതിരുന്നാൽ അവർക്ക് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. നാം പറയണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ കൊച്ചുമക്കളുടെ അടുത്ത് കർത്താവിനെ പറ്റി പറയണം. മറ്റ് ജനത്തിനടുത്ത് നമ്മൾ കർത്താവിനെ കുറിച്ച് പറയണം. ചിലർക്ക് നാണക്കേടാ കർത്താവിനെ കുറിച്ച് പറയുക. ഹല്ലേലൂയ. ഇവിടെ ഈ ഭക്തനായ മനുഷ്യൻ പറയുകയാണ്, കർത്താവേ എന്നെ ഒന്ന് സഹായിക്കണം, എന്റെ കരത്തിൽ അങ്ങൊന്ന് പിടിക്കണം. എന്തിനാണെന്നറിയാമോ? ഞാൻ വാർദ്ധക്യ എത്തുന്ന ഒരു കാലമുണ്ട്, ഞാൻ നരച്ചു പോകുന്ന ഒരു കാലമുണ്ട്, എനിക്ക് ആമേൻ എന്റെ ശരീരത്തിന്റെ ആരോഗ്യം ക്ഷയിക്കുന്ന ഒരു കാലമുണ്ട്. പക്ഷെ അങ്ങ് എന്ത് ചെയ്യണം? എന്റെ കരത്തിൽ ഒന്ന് പിടിച്ചുകൊള്ളുമാറാകണമേ. ഹല്ലേലൂയ. എത്ര സന്തോഷകരമായ ഒരു പ്രാർത്ഥനയുടെ ധ്വനിയാണ് നാം ഇവിടെ കേൾപ്പാൻ ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ. നമുക്ക് ഇതുപോലെ നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ചൊന്ന് പറയുക. ആമേൻ. ചിലപ്പോൾ ഇന്ന് നമ്മുടെ മേശയിൽ ഭക്ഷിച്ചവർ അടുത്ത നിമിഷം നമ്മോട് കാണണമെന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോടൊപ്പം കാണണമെന്നില്ല. പക്ഷേ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും, നമ്മുടെ കൂടപ്പുറപ്പുള്ള എല്ലാവരും നമ്മളെ കൈവിട്ട് കളയാം. പക്ഷേ കൈവിടാത്ത ഒരു യേശു ക്രിസ്തു ഉണ്ട്. ആ ദൈവത്തിനടുത്ത് പറയുകയാണ്, കർത്താവെ എന്റെ കരത്തിലൊന്ന് പിടിച്ചു കൊള്ളണം, എന്നെ ഉപേക്ഷിക്കരുത് കർത്താവെ, വാർദ്ധക്യത്തിൽ എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ തള്ളിക്കളയരുത്. അങ്ങൂടി കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരാണുള്ളത് കർത്താവ്? അങ്ങനെ കൈവിടരുത്. ആ ഒരു അപേക്ഷയാണ് ഈ ഭക്തനിൽ കൂടി കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഇതുപോലെ ഒരു അപേക്ഷ, ഇതുപോലെ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമ്മുടെ ജീവിതം ആമേൻ വിലയേറിയതായി തീരുവാനിടയായിത്തീരും. നമ്മുടെ ജീവിതം മഹത്വമുള്ളതായി തീരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ. വളരെ ആകാംക്ഷയോടെ, വളരെ ഹൃദയപരമാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയും. വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയും അറിയിക്കുവോളം. ആമേൻ. എന്തൊക്കെയുണ്ട്? അങ്ങയുടെ ഭുജം. ആമേൻ. അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെ, അങ്ങയുടെ നടത്തിപ്പിനെ കുറിച്ച്, അങ്ങനെ നടത്തിയ വിധങ്ങളെ കുറിച്ച് ആമേൻ ഒന്ന് പറയുവാൻ. ഹല്ലേലൂയ. ഉള്ള കൃപ എനിക്ക് തരണം. ഇനി വരുവാനുള്ള ഒരു ജനക്കൂട്ടമുണ്ട്, അവരോട് പറയുവാനുള്ള കൃപ എനിക്ക് തരണം. അങ്ങയുടെ വീര്യ പ്രവർത്തികളുണ്ട്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികൾ, അത്ഭുതങ്ങൾ. ആമേൻ. അങ്ങ് നടത്തിയ ഓരോ, അങ്ങയുടെ ആ ഭുജം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തിയ ഓരോ വഴികളുണ്ട് കർത്താവ്. അത് മറ്റുള്ളവരോട് അറിയിക്കുവോളം കർത്താവേ അങ്ങന്റെ കരങ്ങളിലൊന്ന് പിടിച്ചുകൊള്ളണം. ഹല്ലേലൂയ. ആ അപേക്ഷ നമ്മളിൽ നിന്നുണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ. ആ ശബ്ദം നമ്മളിൽ നിന്ന് ഉയരട്ടെ പ്രിയപ്പെട്ടവരെ. ആമേൻ. നമുക്ക് അതിന്റെ 20-ാം വാക്യം കൂടെ നമുക്ക് 20. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവൻ. അപ്പോൾ എന്തുണ്ട്? ഈ തലമുറയോട് അറിയിക്കുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അനേക അനർത്ഥങ്ങൾ, അനേക രോഗങ്ങൾ, അനേക പ്രയാസങ്ങൾ, അനേക പട്ടിണി, ഇതിൽ നിന്നൊക്കെയും പുറത്തു കൊണ്ടുവന്ന ഒരു യേശുവിനെ കുറിച്ച് നമുക്ക് നമ്മുടെ തലമുറയോട് പറയുവാനുണ്ട്. ഹല്ലേലൂയ. നമ്മളെ സ്നേഹിച്ച്, നമ്മുടെ കരം പിടിച്ച് നമ്മളെ നടത്തിയ ആ യേശുവിന്റെ വലിയ പ്രവൃത്തിയെ പറ്റി, ആ നടത്തിപ്പിനെ പറ്റി ഒന്ന് പറയുവാനൊരവസരം. ഹല്ലേലൂയ. ഞാൻ വാർദ്ധക്യത്തിലാണെന്ന് പറഞ്ഞ് ഞാൻ മാറിയിരിക്കുവാനല്ല, ഞാൻ പ്രായമായി ഇനി മറ്റുള്ളവർക്ക് ഒഴിഞ്ഞു കൊടുക്കുവാനല്ല, ഞാൻ പ്രായമായി പക്ഷേ എന്റെ തലമുറയോട് എനിക്ക് അറിയിക്കണം. ആമേൻ. മോശ മരിക്കുമ്പോൾ 120 വയസ്സായി. അവിടെ ഒരു കാര്യം കാണുവാൻ നമുക്ക് സാധിക്കും. ദേഹബലം ക്ഷയിച്ചിട്ടില്ല, കണ്ണ് മങ്ങിയിട്ടുമില്ല. ആരൊക്കെ? 120 വയസ്സുള്ള മോശ എന്ന ആ പ്രിയ പിതാവിന്റെ കാര്യം പറയുകയാണ്. ആമേൻ. മോശ എന്ന ദൈവഭക്തനായ പ്രിയ പിതാവിന്റെ കാര്യത്തെ,
അദ്ദേഹത്തെ പറ്റി അവിടെ ദൈവവചനത്തിൽ പ്രസ്താവിക്കുകയാണ്, 120 വയസ്സായി മരിക്കുമ്പോൾ തന്റെ ദേഹത്തിന്റെ ബലം ക്ഷയിച്ചിട്ടില്ല, തന്റെ കണ്ണ് മങ്ങിയിട്ടില്ല. കർത്താവ് കൂടിരുന്ന് ആമേൻ അദ്ദേഹത്തിന്റെ കരത്തിൽ പിടിച്ചു. പ്രിയ മോശയുടെ കരത്തിൽ പിടിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്റെ ബലം ക്ഷയിച്ചു പോയില്ല, കണ്ണ് മങ്ങിപ്പോയിട്ടില്ല. ഹല്ലേലൂയ. ഇവിടെ ഇതുപോലെയാണ് കഷ്ടങ്ങൾ. മോശയുടെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങളും അനേക പ്രയാസങ്ങളും കയറി വന്നു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രയാസങ്ങൾ കടന്നു വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എത്ര രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എത്ര ബുദ്ധിമുട്ടുകൾ, എത്ര പരാധീനങ്ങൾ, എത്ര പട്ടിണികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒക്കെയും ആ കർത്താവിന്റെ കരം നമ്മളെ പിടിച്ചില്ലേ? ആമേൻ. ആ കർത്താവിന്റെ കരം നമ്മളെ നടത്തിയില്ലേ പ്രിയപ്പെട്ടവരെ? അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നമുക്കൊന്ന് പ്രാർത്ഥിപ്പാൻ ഇടയായി തീരണം. ആമേൻ. കർത്താവേ, അങ്ങയുടെ ഭുജത്തെയും അങ്ങയുടെ വീര്യപ്രവൃത്തിയെയും കുറിച്ച് എനിക്ക് പറയണം. ആമേൻ. വാർദ്ധക്യത്തിൽ നരയ്ക്കുവോളവും അങ്ങയുടെ കരം ആമേൻ എന്നെ ഒന്ന് താങ്ങുവാൻ ഇടയായി തീരണം. നമുക്ക് ആവശ്യമതാണ് കർത്താവിന്റെ കരം നമ്മളിൽ ഒന്ന് പിടിക്കുവാൻ ഇടയായി തീരണം. അതിന്റെ 21-ാം വാക്യത്തിൽ കാണുന്നത്, നീ എന്റെ മഹത്വം വർദ്ധിപ്പിച്ചു. എന്താണ് പറഞ്ഞത്? നീ എന്റെ മഹത്വത്തെ എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു. ഹല്ലേലൂയ. അടുത്ത പറയുകയാണ്, നീ എന്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കുന്ന കർത്താവാണ്. കഷ്ടതയും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷേ ആ പ്രയാസത്തിന്റെ മധ്യത്തിലും അങ്ങന്റെ മഹത്വത്തെ വർദ്ധിപ്പിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. എന്റെ മുഖം മങ്ങുവാൻ ഇടയായില്ല. എന്റെ ജീവിതത്തിന്റെ പ്രത്യാശ മങ്ങിപ്പോകുവാനിടയായി തീർന്നില്ല. ആമേൻ. ഞാൻ ശോഭിക്കുവാനിടയായി തീർന്നു. ആമേൻ. എന്റെ മുഖം ശോഭയുള്ളതായി തീരുവാനിടയായി തീർന്നു. കാരണം എന്റെ നോട്ടം എന്റെ ക്രിസ്തുവിലേക്കായിരുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആമേൻ ഈ വചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, നിങ്ങൾ വായിക്കുമ്പോൾ ആമേൻ നിങ്ങളുടെ ശ്രദ്ധ ഈ തിരുവചനത്തിന്റെ ആഴങ്ങളിലേക്കൊന്ന് വരുവാനിടയായി തീരട്ടെ. പ്രയാസവും ആമേൻ കഷ്ടതയുമില്ലാത്ത ഒരു വ്യക്തിയുമില്ല. എന്നാൽ അതിന്റെ മധ്യത്തിൽ നമ്മുടെ മുഖത്തെ ശോഭയുള്ളതാക്കി നമ്മളെ മഹത്വത്തിലേക്ക് കൊണ്ടുവരുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ നിൽക്കുവാൻ ഇടയാക്കുന്ന ആ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് ഇന്ന് രാത്രി നമ്മളോട് കൂടെയുള്ളത്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. നീ എന്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമെന്ന് പറയുക. അപ്പൊ ഈ മഹത്വത്തെ വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നാം ക്രമീകരിക്കുവാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നാം ക്രമീകരിച്ച് പുറത്തു കൊണ്ടുവരുവാനില്ല. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നമ്മുടെ കരത്തെ പിടിക്കണമെങ്കിൽ, കർത്താവ് നമ്മുടെ മഹത്വത്തെ ഒന്ന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ, ആമേൻ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ശോഭയൊന്ന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ, ആമേൻ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കുവാനുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് നോക്കാം. അതിന്റെ ഈ 71-ന്റെ 9-ാം വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ടൊന്ന് പോകാം. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ. 71:9 ആണ് വായിച്ചത്. 71:9. അപ്പോൾ വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുത്, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുമ്പോൾ. വാർദ്ധക്യത്തിൽ മറ്റുള്ളവർ എന്നെ തള്ളിക്കളഞ്ഞാൽ, എന്റെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചു പോകുമ്പോൾ കർത്താവേ എന്നെ ഉപേക്ഷിച്ച് കളയരുത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ആവശ്യമാണ്. ഇന്ന് നമ്മുടെ മക്കൾ പറയാം, നമ്മളെ നോക്കിക്കൊള്ളും. അവർ പറയും, അപ്പ അമ്മ നിങ്ങളെ ഞങ്ങൾ നോക്കിക്കൊള്ളും. പക്ഷേ കാലങ്ങൾ കഴിയും, എല്ലാത്തിനും ഒരു പരിമിതി കാണും. പക്ഷെ സർവശക്തൻ നമ്മുടെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ, ആര് നോക്കിയില്ലെങ്കിലും നമ്മളെ നോക്കുകയും നമ്മളെ നടത്തുകയും ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ, ആരുപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത നിത്യനായ ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ, നമ്മുടെ മഹത്വം വർദ്ധിക്കുവാനിടയായിത്തീരും, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ശോഭ പുറത്തു വരുവാനിടയായിത്തീരും. പലരുടെയും ജീവിതത്തിൽ ആത്മീക ജീവിതത്തിന്റെ ശോഭ മങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ശോഭ മങ്ങിപ്പോകുവാനുള്ളതല്ല. നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ശോഭ ആമേൻ ഓരോ ദിവസവും തിളങ്ങി തിളങ്ങി പുറത്തു വരുവാനിടയായിത്തീരും. ആമേൻ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 15-ാം വാക്യം. ആക്ടേഴ്സ് ചാപ്റ്റർ 10 വേഴ്സ് 15. ആമേൻ. ഞാൻ വായിക്കുന്നു.
ആ ശബ്ദം രണ്ടാം പ്രാവശ്യം അവനോട് ദൈവം ശുദ്ധീകരിച്ചത് മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചു. അപ്പോൾ നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. പത്രോസിന്റെ അടുക്കൽ ദൈവം ഭക്ഷിക്കുവാനായി ചില വസ്തുക്കളെ വെക്കുന്നു. എപ്പോഴാണെന്നറിയാമോ? നമുക്കവിടെ കാണുവാൻ സാധിക്കും. പത്രോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുവാനായി തന്റെ ഭവനത്തിന്റെ മുകളിൽ ടെറസിൽ പോയി. ഏകദേശം ഉച്ചയ്ക്ക് 12 മണിയോട് വിശക്കുന്ന സമയമാണ്. അവിടെ കാണാൻ അപ്പോസ്തലനായ പത്രോസിന് നല്ല വിശപ്പുണ്ടായി, ഭക്ഷിക്കുവാൻ ആഗ്രഹം തോന്നി. പക്ഷേ കൂടെയുള്ള സ്നേഹിതർ ആഹാരം തയ്യാറാക്കുന്നതേ ഉള്ളൂ. പക്ഷേ പത്രോസ് പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുകയാണ്. അപ്പോഴാണ് നല്ല വിശപ്പുണ്ടായി. അപ്പോൾ കർത്താവ് ഒരു പാത്രത്തിൽ അല്ലെ ഒരു തുകൽ സഞ്ചിയും അല്ലെ ഒരു തുണിയുടെ സഞ്ചിയും ഈ ലോകത്തിലുള്ള സകലതും, നാൽക്കാലിയും ഇഴയുന്നതും പറവകളെ ആക്കി എല്ലാത്തിനെയും പത്രോസിന്റെ മുമ്പിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, നീ വെട്ടി കഴിക്കും. ആരെടുത്താ പറയുന്നത്? പ്രാർത്ഥിക്കുവാനിരുന്ന ദൈവഭക്തനായ മനുഷ്യന്റെ അടുത്ത് പറയുകയാണ്, നീ ഇത് ഭക്ഷിക്കും. പത്രോസ് പറയുകയാണ്, ഞാനിത് ഭക്ഷിക്കത്തില്ല. കർത്താവേ, മലിനവും അശുദ്ധവുമായ ഈ വസ്തുക്കളെ ഞാൻ തൊടുക പോലും ചെയ്യത്തില്ല. കണ്ടോ, അവിടെ ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവ് പറയാണ്, നീ ഭക്ഷിക്ക. ഇല്ല, ഞാൻ ഭക്ഷിക്കത്തില്ല. കർത്താവ് പറയുകയാണ്, ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് എങ്ങനെ എണ്ണം? ഞാൻ ശുദ്ധീകരിച്ച അതിനൊക്കെ ഭക്ഷിക്കുവാനായി തന്നിരിക്കുന്നത് നീ പിന്നെ മലിനമെന്ന് എങ്ങനെയാണ് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു വിഷയമാണ്. ആമേൻ. ഇവിടെ പറയുകയാണ്, നീ ഇത് ഭക്ഷിക്കുക. പക്ഷേ പത്രോസ് പറഞ്ഞു, ഞാൻ ഭക്ഷിക്കത്തില്ല. ഇത് അശുദ്ധമാണ്, ഇത് മലിനമാണ്, ഇതിനെ ഞാൻ തൊടത്തില്ല കർത്താവേ. കാരണം താൻ യഹൂദനാണ്. ആരാണ്? ശ്രേഷ്ഠ ജാതിയാണ്. ആമേൻ. അശുദ്ധമായതൊന്നും തൊടത്തില്ല, അതിനെ ഭക്ഷിക്കത്തുമില്ല. പക്ഷെ പ്രാർത്ഥിക്കുവാനിരിക്കുക. നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ നേരെ ആമേൻ ചൂണ്ടുവിരലായി നിൽക്കുന്ന ചില വിഷയമാണ് ഇവിടെ കാണുവാനിടയായി തീരുന്നത്. എന്താണ്? കർത്താവ് തന്നെ ഒരു കാര്യം പഠിപ്പിക്കുക. ദൈവം ശുദ്ധീകരിച്ചതിനെ നാം മലിനമെന്ന് ഒരിക്കലും എണ്ണുവാൻ പാടില്ല എന്നുള്ളത്. ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ തനിക്കൊരു വിവശം, ഒരു ദേഹ അസ്വസ്ഥ, ശരീരത്തിനൊരു അസ്വസ്ഥ ഉണ്ടാകും. താനോടെ കുഴഞ്ഞു വീഴുവാനിടയാണ്. താനൊരു ദർശനം കാണുകയാണ്. ഇതൊക്കെ കർത്താവിനടുത്ത് പറയുന്നത്, കർത്താവേ, ഞാൻ ഈ മലിനമായി തൊടത്തില്ല. പക്ഷേ എന്താണെന്നറിയാമോ? തന്റെ അകത്തിരിക്കുന്ന ചിലതിനെ പുറത്ത് കളയുവാൻ വേണ്ടി, നമ്മളെ ശോഭയുള്ളതാക്കുവാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്യും? നമ്മുടെ അകത്തിരിക്കുന്ന ചിലതിനെ എന്ത് ചെയ്യും? പുറത്ത് കളയും. അതിനുവേണ്ടി ചില വിഷയങ്ങളിലൂടെ നമ്മളെ കർത്താവ് കടത്തിവിടും. ഇവിടെ പത്രോസ് അപ്പോസ്തലനെ കർത്താവ് ചില വിഷയങ്ങളിലൂടെ കടത്തിവിടുകയാണ്. ചിലത് കാണിച്ചു കൊടുത്തിട്ട് കടത്തിവിടുകയാണ്. എന്താണ്? കർത്താവിനെ അറിഞ്ഞു, കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിക്കുന്ന മനുഷ്യനാണ്. ആമേൻ. അദ്ദേഹം നടന്നു പോകുന്ന നിഴൽ തട്ടുമ്പോൾ അനേകർക്ക് സൗഖ്യവും സംഭവിക്കുന്നുണ്ട്. വലിയ വീര്യ പ്രവൃത്തികളൊക്കെ അദ്ദേഹത്തിൽ കൂടി നടക്കുന്നുണ്ട്. പക്ഷെ അകത്ത് ചില കരടിരിപ്പുണ്ട്. അകത്തുന്നുണ്ട് ചില കരടുകൾ. ഞാൻ എന്ന ഉന്നത ഭാവമാകുന്ന ചില കരടുകൾ ആമേൻ പത്രോസ് അപ്പോസ്തലന്റെ അകത്തിരിക്കുന്നു. ഇതിനെ പുറത്തു കളയുവാൻ കർത്താവ് ഒരു പദ്ധതി ഒരുക്കിയതാകുന്നു. ഇതാണ് ഒരുക്കിയിട്ട് പറയുകയാണ്, പത്രോസെ, നീ ഇത് ഭക്ഷിക്കും. നിനക്കിപ്പോൾ വിശപ്പില്ലേ? നീ ഇല്ല കർത്താവേ, ഞാൻ ഭക്ഷിക്കത്തില്ല. ഇത് അശുദ്ധമാണ്. ആമേൻ. ഹല്ലേലൂയ. ശരിയാണ്, അശുദ്ധമായാലും നാം ഭക്ഷിക്കത്തില്ല. നമ്മൾ അശുദ്ധമെന്ന് പലതിനെയും എണ്ണും. പക്ഷേ ഇവിടെ കർത്താവ് നമ്മോടത്ത് പറയുകയാണ്, ദൈവം ശുദ്ധീകരിച്ച ഒന്നിനെ നാം അശുദ്ധമെന്ന് എണ്ണരുത്. നമ്മളോടൊപ്പം കർത്താവ് വീണ്ടെടുത്ത ആമേൻ നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ സഹോദരിമാരെ നാം അശുദ്ധമെന്ന് എണ്ണരുത്. ഹല്ലേലൂയ.
നാം അശുദ്ധമെന്ന് പറയുമ്പോൾ കർത്താവ് പറയും, ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് എങ്ങനെ എണ്ണം? നമുക്ക് വലിയ പ്രാർത്ഥന ഉണ്ടാകാം, വലിയ വീര്യ പ്രവൃത്തികൾ നമ്മൾ കൂടെ നടക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പല ഗ്രൂപ്പിൽ വരുന്ന പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ കരട് വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന സ്വർഗം കേൾക്കുമോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ചിന്തിക്കുവാനാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. കേൾക്കുമോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുമോ? നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി ലഭിക്കുമ്പോൾ നാം പറയും, ഞാൻ പ്രാർത്ഥിച്ചിരുന്ന ഇല്ല. കരട് വെച്ചിട്ട് ഉന്നത ഭാവം വെച്ചിട്ട് പ്രാർത്ഥിച്ചതിന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടില്ല. പക്ഷേ നിർമ്മല ഹൃദയത്തോട് അനേക സ്ഥലങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ച, ആമേൻ, നിർമ്മല മനസ്സാക്ഷിയുള്ള ഒരു അഹങ്കാരവും ഇല്ലാതെ പ്രാർത്ഥിച്ച അനേകരുടെ ശബ്ദം കർത്താവ് കേട്ടിട്ടാണ് ആ വിഷയത്തിന് മറുപടി അയച്ചത്. കരട് വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന ആകാശമണ്ഡലത്തിൽ തടഞ്ഞു ശത്രു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന, നമ്മുടെ മനസ്സിനകത്തിരിക്കുന്ന ആമേൻ ചില ചിന്താമണ്ഡലങ്ങളുണ്ടല്ലോ, ദൈവഹിതമല്ലാതെ കൂട്ടിവെച്ചിരിക്കുന്ന, ഇതിനെ ഇന്ന് രാത്രി ഉടച്ചു കളയുവാനിടയായിത്തീരണം. ആമേൻ. ദൈവത്തിന് പ്രസാദമുള്ള ഓരോ യാഗങ്ങളായി നാം തീരണം. ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക്, ആ തുറയിലേക്ക് ചുവടുവെക്കുന്നവരായി നാം ഓരോരുത്തരും തീരുമാനിടയായിത്തീരണം. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് പോകാനൊരു സ്ഥലമുണ്ട്. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പത്രോസ് പോകത്തില്ല ഒരിക്കലും. കാരണം താഴെയുള്ള ആളാണ്. ഇദ്ദേഹം യഹൂദനാണ്. യഹൂദൻ താഴെയുള്ള സമുദായത്തിൽപ്പെട്ട ഒരു വീട്ടിൽ പോകത്തില്ല. അതിനുവേണ്ടിയാണ് ഇവിടെ കർത്താവ് ഈ സ്വപ്നം കാണിച്ചു, ഈ ദർശനം കാണിച്ചു കൊടുക്കുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്നൊരു സുബേദാറുണ്ട്, ഒരു പട്ടാള ഓഫീസറുണ്ട്. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് പട്ടാളക്കാരുമുണ്ട്. പക്ഷെ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ, അല്ലെ യഹൂദന്മാരുടെ ഇടയിൽ വളരെ പേരുകേട്ട നീതിമാനായ ഒരു മനുഷ്യനെന്നാണ് അദ്ദേഹത്തിനെ പറ്റി സാക്ഷ്യം പറയുന്നത്. അദ്ദേഹം ദൈവഭക്തനാണ്. ദൈവത്തിന്റെ ദൂതൻ എന്നിട്ട് പറഞ്ഞത്, നീ പത്രോസിനെ വരുത്തണം. പക്ഷെ പത്രോസ് ഇങ്ങോട്ട് വരുത്തില്ലല്ലോ. അതിനുവേണ്ടി കർത്താവ് പത്രോസിന് ദർശനം കാണിച്ചു കൊടുക്കുകയാണ്. ഇതാ, ഞാൻ ശുദ്ധീകരിച്ചതാ, ഈ കൊർന്നല്യോസിനെ ഞാൻ ശുദ്ധീകരിച്ചതാ, നിന്നെ വിളിക്കുവാൻ ഇപ്പോൾ ആൾക്കാർ വരും. അല്ലെ, പലപ്പോഴും നമ്മളിങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. പലയിടത്തും പോകുവാൻ നമുക്ക് മടിയാണ്. നമ്മൾ ഭക്തരാണ്. ഹല്ലേലൂയ. ഭക്തിയുടെ വേഷമല്ല നമുക്ക് വേണ്ടത്. അകത്തു നിന്നുള്ള ഹൃദയത്തിന്റെ ആ നിർമ്മലതയാണ് കർത്താവ് നോക്കുന്നത്. ഇന്ന് ഈ വചനപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചിലതിന് ഉടച്ചു മാറ്റേണ്ടതിന് ഉടച്ചു മാറ്റുവാൻ, ആമേൻ, പുറത്ത് കളയേണ്ടതിനെ പുറത്ത് കളഞ്ഞിട്ട് ക്രിസ്തുവിന്റെ, ആമേൻ, വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിന്റെ പിറകെ യഥാർത്ഥമായിട്ട് ഓടുന്ന, ആമേൻ, ഓരോ ശിഷ്യരായി നാം തീരട്ടെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഇന്ന് ഈ പത്രോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചു തീർന്നു. ആ വിമർശനത്തിൽ എഴുന്നേറ്റപ്പോൾ വെളിയിലൊരു ശബ്ദം കേൾക്കുകയാണ്. ഇത് ശിമോൻ പത്രോസിന്റെ ഭവനമല്ലേ? അതെ. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് പത്രോസിനോട് പറഞ്ഞു, നിന്നെ വിളിക്കുന്നു, നീ അവരുടെ കൂടെ പോകണം. ഹല്ലേലൂയ. പത്രോസ് എഴുന്നേറ്റ് ഈ സ്വപ്നത്തെക്കുറിച്ച്, ഈ ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഒന്നിനും മറുപടി ലഭിക്കുന്നില്ല. മറുപടി മുമ്പിൽ വന്നാൽ നമുക്ക് ചിലതൊന്നും മനസ്സിലാകത്തില്ല. കാരണം അകത്തിരിക്കുന്ന കരടുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നാം ഒരു ശുദ്ധീകരണം പ്രാപിപ്പാനിടയായിട്ട്, നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം സ്വർഗം കേൾക്കണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന അനേകർക്ക് വിടുതലായി തീരണമെങ്കിൽ അകത്തിരിക്കുന്ന അശുദ്ധിയെ നാം പുറത്തു കളയുവാനിടയായിട്ട്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഈ വചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ചില, ആമേൻ, വിടുതലിന് കാരണമായി തീരട്ടെ. ചില ഭാരങ്ങൾ മാറിപ്പോകുന്ന രാത്രിയായി തീരട്ടെ. ആമേൻ.
എന്നെ കൈപിടിച്ച് നടത്തേണ്ടതിന്, എന്റെ വാർദ്ധക്യത്തിലും എന്റെ നരയിലും എന്നെ കർത്താവ് കൈപിടിച്ച് നടത്തേണ്ടതിന് എന്റെ അകത്തിരിക്കുന്ന ചിലത് പുറത്തു പോകുവാനിടയായിത്തീരണം. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ചിലത് എന്റെ അകത്തുനിന്ന് പുറത്തു പോകുന്നുവെങ്കിൽ എന്റെ കരത്തിൽ എന്നെ കർത്താവ് പിടിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പല വിഷയങ്ങൾക്കും പ്രാർത്ഥിക്കും, പലപ്പോഴും ഒന്നിനും മറുപടി ലഭിക്കാതെ. ആമേൻ. ഞാൻ ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫ് നാട്ടിലേക്ക് പോകുവാൻ്റെയാണ്. ആമേൻ. അപ്പോൾ ട്രെയിനിൽ ഒരു സഹോദരിയെ കൂട്ടിന് കിട്ടി. ആരാണെന്ന് അറിയത്തില്ല. തിരുവല്ലയിലിറങ്ങി. അപ്പോൾ എൻ്റെ വൈഫ് എന്നെ കോൾ ചെയ്യുമ്പോൾ ഇവരെ ശബ്ദം ഞാൻ കേൾക്കുന്നു. എപ്പോഴും ഉറക്കമാണ്, എപ്പോഴും ഉറക്കമാണ്, ഒന്ന് എഴുന്നേറ്റിരിക്കത്തില്ല. എൻ്റെ വൈഫ് അപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഉദാഹരണം ഒരു വിഷയം പറയാൻ വേണ്ടിയാണ് ഞാനിത് പറയാം, നിങ്ങളെ ബോറടിപ്പിക്കാനല്ല. അപ്പോൾ എൻ്റെ വൈഫ് ഒരു കാര്യം പറഞ്ഞു, ട്രെയിനിൽ കയറുന്നൊന്നും ഉറങ്ങാനല്ലേ. അപ്പോൾ തിരിച്ചങ്ങോട്ട് മറുപടി പറഞ്ഞു, അതെ, അദ്ദേഹം ഉറങ്ങുന്നു എന്ന് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ടായി. എന്തിനാണെന്നറിയാമോ ഞാൻ സന്തോഷിച്ചത്? പലപ്പോഴും രാത്രിയുടെ പല യാമങ്ങളിൽ നോക്കുമ്പോൾ ഈ ചർച്ചിന്റെ അകത്തേക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന എന്റെ ഭാര്യയാണ് എനിക്ക് കാണുവാൻ കഴിയുന്നത്. രാത്രി മിക്കവാറും ഉറക്കം കാണത്തില്ല. എല്ലാവരും ആര് എന്ത് വിഷയം ആര് പറഞ്ഞാലും ആമേൻ ആമേൻ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ പലപ്പോഴും ഉറങ്ങിപ്പോകും. പക്ഷേ പലപ്പോഴും അദ്ദേഹം ഇവിടെ ഈ ചർച്ചിലിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കാണുന്നത്. രാവിലെ ഒന്നും ഉറങ്ങത്തില്ല, ഉച്ചയ്ക്ക് ഉറങ്ങത്തില്ല. ഉച്ചയ്ക്കും അടുത്ത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ഭാര്യയാണ്. ഞാൻ ആ ട്രെയിനിൽ വെച്ച് ഉറങ്ങുന്നു എന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷം. പക്ഷേ ആ പറഞ്ഞ സഹോദരിയുടെ അകത്തുനിന്ന് വന്ന ശബ്ദം വേറൊരു ശബ്ദമാണ് കേട്ടോ, അസൂയയുടെ ശബ്ദം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയേണ്ടതിനെ മാറ്റിക്കളയണം. അവരാരാണെന്ന് എനിക്കറിയത്തില്ല. അവർ വിശ്വാസിയാണോ അവിശ്വാസം ഒന്നും എനിക്കറിയത്തില്ല, ഞാൻ ചോദിച്ചതുമില്ല. ആമേൻ. അവരെ ശബ്ദത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്റെ ഭാര്യയുടെ അവർ വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ ചോദിച്ചു, ആ സഹോദരി ആരാണ്? ഒന്നും പറയണ്ട, എത്രയാണ്? ഞാൻ പറഞ്ഞ ശരി, ഓക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകത്ത് നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ഇതുപോലെ അകത്തിരിക്കുന്ന ചിലതിനെ പുറത്ത് കളയണം. ആമേൻ. നമ്മുടെ സഹോദരനോട് നമ്മുടെ സഹോദരിയോട് നമ്മുടെ അകത്തിരിക്കുന്ന ചിലതിനെ പുറത്ത് കളഞ്ഞിട്ട് ക്രിസ്തുവിലെന്ന പോലെ സ്നേഹിച്ചു മുമ്പോട്ട് പോകുവാനുള്ള കൃപ നമുക്ക് പ്രാപിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥന കേൾക്കണമോ? ദൈവം നമുക്ക് മറുപടി തരണമോ? നമ്മുടെ കരത്തെ കർത്താവ് പിടിക്കണമോ? നമ്മുടെ അകമൊന്ന് ശുദ്ധീകരണം പ്രാപിപ്പാനിടയാണ്. ആമേൻ. ഇവിടെ പത്രോസിനെ ഒന്ന് വെടിപ്പാക്കുവാൻ വേണ്ടി, പത്രോസ് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ശ്രേഷ്ഠനായ ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് അകത്ത് ചില അകംഭാവങ്ങളുണ്ട്. ഞാൻ യഹൂദനാണ്, ഞാൻ ശ്രേഷ്ഠ ജാതിയിൽപ്പെട്ടവനാണ് എന്നുള്ള ചില അകംഭാവങ്ങളുണ്ട്. ഈ അകംഭാവത്തെ ഒന്ന് മാറ്റുവാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്യുകയാണ്? തന്നെ ഒരു ദർശനത്തിലൂടെ കടത്തിവിട്ടു. താൻ അശുദ്ധമെന്ന് ചിന്തിക്കുന്നതിനെ തന്റെ മുമ്പിൽ കൊണ്ടുവച്ചു. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, ഞാൻ ശുദ്ധീകരിച്ചതാ, നീ ഒരിക്കലും അശുദ്ധമെന്ന് എണ്ണരുത്. അശുദ്ധമല്ല, ഞാൻ ശുദ്ധീകരിച്ച് വെടിപ്പാക്കിയതാണ്. ആമേൻ. ഞാൻ നിർമ്മലീകരിച്ചതാണ്. നീ അശുദ്ധമെന്ന് എങ്ങനെ എണ്ണം? ഹല്ലേലൂയ. നമുക്ക് അടുത്ത ഒരു വിഷയത്തിലേക്ക് നമുക്ക് പോകാം. ഇയ്യോബിന്റെ പുസ്തകം 42-9 വാക്യം. ജോബ് ചാപ്റ്റർ 42 വേഴ്സ് 9. അവിടെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ തേമാന്യനായ എലീഫസും ശൂഹ്യനായ ബിൽദാദും നയമാത്യനായ സോഫരും ചെന്ന യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. അപ്പോൾ ഇവിടെ 3 വ്യക്തികളെ പറ്റി പറയുക. ഈ 3 വ്യക്തിയെടുത്ത് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ചില യാഗവസ്തുക്കൾ കൊണ്ടുവന്ന് ഇയ്യോബിന്റെ അടുക്കൽ കൊണ്ടുവരണം. ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ഹോമം കഴിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ ഇവരെ മാത്രം എന്താണ് ഇങ്ങനെ വ്യത്യാസമായി കാണുന്നത്? അല്ലെ? നമ്മൾ അവരെ പറ്റി വായിക്കുമ്പോൾ, അവരെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന അവരും ഏകദേശം നല്ല കാര്യങ്ങളെ പോലെയൊക്കെയാണ് പറഞ്ഞതെന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷേ ദൈവസന്നിധിയിൽ അത് ദൈവത്തിന് തോന്നിയില്ല നല്ല കാര്യമാണ് അവർ പറഞ്ഞത്. കാരണം തന്റെ ഭക്തനെ ആമേൻ
താഴ്ത്തിക്കെട്ടിയ ഒരു സംസാരമാണ് അവിടെ കാണുവാൻ ഇടയായിത്തീരുന്നത്. അപ്പോൾ ഇവരുടെ പറയുകയാണ്, നിങ്ങളുടെ കുറ്റം, കർത്താവ് പറയുകയാണ്, ഇയ്യോബിനെ പോലെ നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾ 3 പേരും പറഞ്ഞില്ലല്ലോ എന്നെക്കുറിച്ച്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ യാഗം കൊണ്ടുവരണം, കൊണ്ടുവന്ന് ഇയ്യോബിന് കൊടുക്കണം. ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആമേൻ. ഇയ്യോബ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇയ്യോബിന്റെ പ്രാർത്ഥന കേട്ട് ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. ആമേൻ. ഇയ്യോബിന്റെ അവസ്ഥകൾക്ക് മാറ്റം സംഭവിച്ചു. ഇയ്യോബിന്റെ ജീവിതത്തിന് ഒരു പുതിയ ഉണർവുണ്ടായി, ഒരു രൂപാന്തരമുണ്ടായി. നമുക്ക് വേറെ 1-2 വാക്യങ്ങൾ കൂടെ അതിന്റെ ബന്ധത്തിൽ നോക്കാം. അതിന്റെ 38-ാം അധ്യായം 1-ാം വാക്യം, അതിന്റെ 1-ാം വാക്യം. അനന്തരം ഇയ്യോബ്, ജോബ് 38 വേഴ്സ് 1 and 2. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം അരുളിച്ചെന്നാൽ, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചന ഇരുളാക്കി കളയുന്നോരിവനാര്? കർത്താവ് പറഞ്ഞൊരു കാര്യം കണ്ടോ? അറിവില്ലാത്ത വാക്കുകളാൽ ദൈവത്തിന്റെ ആലോചനകളെ ഇരുളാക്കി കളയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത് ഇങ്ങനൊരു സംഭവം. ദൈവത്തിന്റെ ആലോചനകളെ, ദൈവത്തിന്റെ വചനത്തിന്റെ മാഹാത്മ്യത്തെ ഇരുളാക്കി കളയുന്നവരായിത്തീരരുത് നാം ആരും. ഇവിടെ പറയുകയാണ്, എന്താണ് ചിന്ത? എന്താണ് അകത്തെ ആ ചിന്ത? എന്താണ്? ഞാൻ വലിയ അറിവുള്ളവനാണ്. ആ അഹങ്കാരം, ആ ഗമണ്ഡം, ആമേൻ, അകത്തിരിക്കുകയാണ്. അത് നമ്മളെ കണ്ടു. പത്രോസ് എന്താണ്? പത്രോസ് ഒരിക്കലും കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പോകത്തില്ല. അതിനുവേണ്ടി കർത്താവ് അവനെ ആ വഴിക്ക് കൊണ്ടുവന്നു, പോകുവാൻ വേണ്ടി. ഇവിടെ കാണുകയാണ് 3 പേരെ. എന്താണ്? ആലോചനകളെ, ദൈവത്തിന്റെ ആലോചനകളെ ഇരുളാക്കി കളയുന്ന മനുഷ്യൻ. ആമേൻ. ഇവരുടെ ചിന്ത, ഇവർ പറയുന്നതാണ് ശരി. അപ്പോൾ കർത്താവ് പറയുകയാണ്, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കി കളയുന്നവരാരും. നീ പുരുഷനെ പോലെ, അവരാരും ആയിക്കൊള്ളട്ടെ, പക്ഷെ നീ എന്ത് ചെയ്യണം? നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക. ഞാൻ നിന്നോട് ചോദിക്കും, നീ എന്നോട് ഉത്തരം പറ. എനിക്ക് നിന്നോടാ സംസാരിക്കാനുള്ളത്. ഭക്തരെ, നിങ്ങളോടാണ് കർത്താവിന് സംസാരിക്കാനുള്ളത്. ആമേൻ. മറ്റുള്ളവരെന്തു പറയുന്നു എന്നല്ല, നിങ്ങളോടാണ് കർത്താവിന് സംസാരിക്കാനുള്ളത്. ആമേൻ. ഹൃദയത്തിന്റെ അകത്തളത്തിൽ ആമേൻ നിഷ്കളങ്ക മനസ്സാക്ഷിയോടാണോ കർത്താവിന് നിങ്ങളോടാണ് സംസാരിക്കാനുള്ളത്. ആമേൻ. നിങ്ങളുടെ അരയൊന്ന് മുറുക്ക്, നിങ്ങളൊന്ന് നിൽപ്പ് റെഡിയാകുക. ദൈവത്തിന്റെ സനയിൽ നിൽപ്പാൻ യോഗ്യത പ്രാപിക്കുക. അകത്ത് ആവശ്യമില്ലാത്തത് വെച്ച് ദൈവസന്നിധിയിൽ നിൽപ്പാൻ യോഗ്യതയില്ലാത്തവരായി തീരുമാനമല്ല പറഞ്ഞിരിക്കുന്നത്. യോബിന്റെ അടുത്ത് പറയാണ്, യോബെ, നീ ഒന്ന് അരമുറുക്ക്, നീ എന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേൽക്കും. യോബിനെ പറയുവാൻ കഴിയും, കർത്താവെ, എനിക്ക് എഴുന്നേൽക്കുവാൻ കഴിയത്തില്ല. എന്റെ ശരീരം മുഴുവൻ വ്രണമായിരിക്കുകയാണ്. ഞാൻ വളരെ പ്രയാസം, ഞാൻ ചാരത്തിലിരിക്കുകയാണ്. എന്റെ ശരീരം നീറ്റൽ കൊണ്ട് സഹിക്കുവാൻ വയ്യ. എന്റെ അസ്ഥി വരേക്കും ഞാൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചൊറിച്ചിൽ സഹിക്കാൻ വയ്യ. പുഴുക്കളുണ്ട്, നാറ്റമുണ്ട്. എന്റെ ഭാര്യ പോലും എന്നിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പക്ഷെ ഈ സ്നേഹിതർ എന്റെ അടുക്കലുണ്ട്. കുറച്ച് ദൂരെയൊക്കെ ഇരുന്നാൽ ഒരു കാര്യം പറയുന്നത് കർത്താവ്. പക്ഷേ കർത്താവിന് അതൊന്നും കേൾക്കണ്ട. കർത്താവ് പറഞ്ഞത്, യോബേ, നീ അരമുറുക്ക്, നിന്നോടാണ് എനിക്ക് സംസാരം. നീയാ എന്റെ ഭക്തൻ. ആമേൻ. നീ നേരുള്ളവനാണ്, നീ നിർമ്മല മനസ്സാക്ഷിക്കാരനാണ്. നിന്നോട് എനിക്ക് സംസാരിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് സംസാരിക്കുന്നത് ഇപ്രകാരമാണ്. കർത്താവിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. നിങ്ങൾ നിവർന്നു നിൽക്ക്. ഇന്ന് നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ നിൽപ്പാൻ നിങ്ങൾ യോഗ്യരാണോ? നമ്മുടെ അകത്തിരിക്കുന്ന ചിലതിനെ പുറത്തു കളാം. കർത്താവ് നിങ്ങളുടെ കരത്തിലൊന്ന് പിടിക്കട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളുടെ കരത്തിന് പിടിച്ച് നിങ്ങളെ വാർദ്ധക്യത്തിലും നടത്തേണ്ടതിന് അകത്തിരിക്കുന്ന ചിലതിനെ പുറത്ത് കളഞ്ഞ് ദൈവസന്നിധിയിൽ നിവർന്നു നിൽപ്പാനുള്ള കൃപ പ്രാപിക്കും ഇടയായിത്തീരട്ടെ. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ നാം ഒരുക്കപ്പെടുവാൻ ഇടയായിത്തീരണം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ നമ്മുടെ മനസ്സിനെ ഒരുക്കണം, നമ്മുടെ ആത്മീക ജീവിതത്തിനെ ഒരുക്കണം, ആത്മീക പുഷ്ടി ഉണ്ടാകണം. അതിനകത്ത് ശുദ്ധി ആവശ്യമാണ്. ഇത് ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. ഇതിനകത്ത് ആവശ്യമില്ലാത്തതൊന്നും കയറി വരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഞാൻ യോബിന്റെ പുസ്തകത്തിലേക്ക് വരാം. അതിന് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. നീ എന്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്താ പറയുന്നത്?
എപ്പോഴും രണ്ട് ദൂതന്മാർ നമ്മുടെ കൂടെ എങ്ങനെ ഇടവും വലവും രണ്ട് ദൂതന്മാർ നടക്കുവാണ്. എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന കാര്യമല്ല. നിങ്ങൾ എന്നെ വേണമെങ്കിലും ചിന്തിച്ചു. പലർക്കും ഇത് പറയുമ്പോൾ നമ്മൾ പഠിച്ചു വെച്ച ചിലതുണ്ട്, അത് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. പക്ഷെ എനിക്കിത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ഏതാണ്? രണ്ട് ദൂതന്മാരെ എപ്പോഴും ഇടവും വലവും നടക്കുന്നു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ എന്റെ കാര്യം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആവശ്യമില്ലാത്തതിലെല്ലാം നാം ഇടകലർന്ന് നടന്നിട്ട് നമ്മൾ പറയുകയാണ് നമ്മുടെ ഇടവും വലവും രണ്ട് ദൂതന്മാർ നടക്കുമെന്ന്. അത് വിശ്വസിക്കാൻ പറ്റുമോ? ഇടവും വലവും ദൂതന്മാർ നടക്കുമെങ്കിൽ തന്റെ ഭക്തനോടുകൂടി നടക്കാം, നിർമ്മല മനസ്സാക്ഷിയുള്ളവനോട് നടക്കാം. ആമേൻ. മനസ്സിൽ ആവശ്യമില്ലാത്തതെല്ലാം ചിന്തിച്ചു കൂട്ടി നടക്കുന്നവരുടെ കൂടെ ഒരിക്കലും ദൂതന്മാർ നടക്കത്തില്ല. നടക്കുമോ പ്രിയപ്പെട്ടവരെ? ഇല്ല. ഹല്ലേലൂയ. എന്നിട്ട് നാം പറയുകയാണ് നമ്മുടെ ഇടവും വലവും നടക്കുകയാണ്. ചിലവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങ് ചിരി വരും. ഹല്ലേലൂയ. നമ്മുടെ ഇടവും വലവും ദൂതന്മാർ നടക്കണമെങ്കിൽ, എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ആ കരം നമ്മുടെ കൂടെ നടക്കണമെങ്കിൽ നാം നിർമ്മല മനസ്സാക്ഷിയുള്ളവരായി തീരണം. അകത്തും ചിലതിനെ അവൻ പറിച്ചു കളയുവാൻ്റെയായി തീരണം. നമ്മുടെ മനസ്സിനകത്ത് അവൻ കൂട്ടിവെച്ചിരിക്കുന്ന ചിലതുണ്ട്, ദൈവഹിതമല്ലാത്തത്. പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ചില ഉന്നത ഭാവങ്ങൾ അവൻ ഇടിച്ചു കളയേണ്ട ചിലതിനെയൊക്കെ പൂർണ്ണമായിട്ട് ഇടിച്ചു കളഞ്ഞ് ദൈവസന്നിധിയിൽ അവൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനിടയായിത്തീരുന്നു. ഹല്ലേലൂയ. നമ്മള് ഈ ദാവീദ് രാജാവിനെ പറ്റി ചിന്തിക്കുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യം, അദ്ദേഹത്തിന് എന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ സന്നിധി തുറന്നു പറയുന്നൊരു മനുഷ്യനാണ്. എന്ത് തെറ്റ് ചെയ്താൽ തനിക്ക് തെറ്റെന്ന് ബോധ്യം വരുമ്പോഴേ ദൈവസന്നിധി നെടുപാടെ വരുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങനെ ചെയ്യാറില്ല. ആ സാരമില്ല, ആരും കണ്ടില്ലേ. പക്ഷെ കാണുന്ന സ്വർഗത്തിലെ ഒരു കണ്ണുണ്ടെന്നേ പ്രിയപ്പെട്ടവരെ. ഭൂമിയിൽ ആരും കാണത്തില്ല. പാസ് കണ്ടില്ല, നമ്മുടെ കൂട്ടു സഹോദരന്മാർ കണ്ടില്ല. പക്ഷെ കാണുന്ന ഉയരത്തിലെ ഒരു കണ്ണുണ്ട്, സർവശക്തന്റെ കണ്ണാണ്. ആ കണ്ണു മുമ്പിൽ തെറ്റിപ്പോകുവാൻ ആർക്കും പറ്റത്തില്ല. നമ്മൾ നെടുപാടെ വീണ് ദൈവസന്നിധിയിൽ ഒന്ന് അപേക്ഷിപ്പാനിടയായി തീരണം. നമുക്ക് ആ യോബിന്റെ പുസ്തകത്തിലേക്ക് അതിന്റെ 40ന്റെ 1-ാം വാക്യത്തിലേക്ക് വരാം. അതിന്റെ 40ന്റെ 3-ാം വാക്യത്തിലേക്ക്. ജോബ് ചാപ്റ്റർ 40 വേഴ്സ് 3. അതിന് യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്തുത്തരം പറയും? പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് സമ്മതിക്കണം, നാം നിസ്സാരന്മാരാണ്. അല്ലെ? നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് നാം നമ്മളെ തന്നെ ഒന്ന് സമ്മതിച്ചു കൊടുക്കണം. ഞാൻ നിസ്സാരനാണ് കർത്താവേ, ഞാൻ ഒന്നുമില്ല കർത്താവേ എന്ന് ഒരു സമ്മതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രാർത്ഥിക്കുവാനിരിക്കുന്നതിന് മുമ്പ്, ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പ്, നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നമ്മളൊന്ന് സമ്മതിക്കണം, കർത്താവേ ഞാൻ ഒന്നുമില്ല, ഞാൻ നിസ്സാരനാണ് കർത്താവേ എന്ന് സമ്മതിക്കണം. എങ്കിൽ നമ്മുടെ ജീവിതത്തിന് വളരെ വിജയമുണ്ടാകും. നമ്മുടെ ആത്മീക ജീവിതം ശോഭയുള്ളതായിത്തീരും. നമ്മുടെ ഓരോ പ്രാർത്ഥനയ്ക്കും ഉത്തരം ലഭിപ്പാനിടയായിത്തീരും. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നമ്മുടെ വിഷയം എന്തെന്ന് മനസ്സിലാക്കി കർത്താവ് മറുപടി നൽകുവാനിടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ അത് ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മളെ ഒന്ന് സമ്മതിച്ചു കൊടുക്കണം. നാം ആരാണെന്നൊന്ന് സമ്മതിച്ചു കൊടുക്കണം. കർത്താവ് യോ പറയും, ഞാൻ നിസ്സാരനല്ലോ കർത്താവ്. ഹല്ലേലൂയ. ഞാൻ എന്ത് ഉത്തരം പറയുന്നു കർത്താവ്? അങ്ങയുടെ സന്നിധി ഞാൻ ഉത്തരം പറയാൻ യോഗ്യനല്ല, എന്നിലൊന്നുമില്ല കർത്താവേ. അങ്ങ് എന്നെ ഒന്ന് ബലപ്പെടുത്തണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ശോഭയുള്ളതായി തീരുവാൻ, നമ്മുടെ ജീവിതം അഭിവൃദ്ധിയുള്ളതായി തീരുവാൻ, നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ, നാം ആരാണോ എന്താണെന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഏറ്റുപറയുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നല്ല ശോഭയുള്ള ഒരു ആത്മീക ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ശോഭയേറിയ തേജസ്സുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നവരായി നാം ഓരോരുത്തരും തീരേണ്ടതിന് കർത്താവ് നമ്മളെ പണിയപ്പെടുവാൻ ഫലം കായ്ക്കുന്ന വൃക്ഷത്തെ കർത്താവ് എന്ത് ചെയ്യും? ചെത്തിക്കൊണ്ടേയിരിക്കും. ഫലം കായ്ക്കാത്തതിനെ ഒരിക്കലും കർത്താവ് ചെത്തില്ല. ഫലം കായ്ക്കുന്നതിന് എന്ത് ചെയ്യും? ചെത്തിക്കൊണ്ടേയിരിക്കും. എന്തിനാണ്? നല്ല ഫലം, അധികമായി ഫലം ഉണ്ടാകേണ്ടതിന് നമ്മളെ ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നാം ചിന്തിക്കരുത്, കർത്താവേ എനിക്ക് വേദനിക്കും. അതേ, വേദനിക്കുന്നു. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ജീവിതം ശുദ്ധമായി തീരുവാൻ, നാം ഒരു ഫിനിഷിംഗ് ലെവലിൽ എത്തുവാൻ, നമ്മുടെ അശുദ്ധിയൊക്കെ പുറത്ത് കളയുവാൻ,
ആമേൻ ഉണ്ടെന്ന് തോന്നിയ ചില ഉയർച്ചകളെ ആമേൻ ഇല്ലാതാക്കുവാൻ. ആമേൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന ഒരു കാര്യമുണ്ട്, നിഗളം, അല്ലെ? അത് വീഴ്ചയ്ക്ക് കാരണമാണ്. ഹല്ലേലൂയ. ഞാനാണല്ല, അതെ ആയിക്കോളും. പക്ഷേ ദൈവസന്നിധിയിൽ ചോദിച്ചു നോക്കണം, താങ്കളാണോ എല്ലാം? ദൈവസന്നിധിയിൽ ചോദിച്ചു നോക്കണം, ഉത്തരം ലഭിക്കുമെന്നേ. ദൈവസന്നിധിയിൽ ഉത്തരം ലഭിക്കാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് ഈ സന്ധ്യാസമയം നമ്മൾ ഈ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ ആമേൻ നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകും. നമ്മുടെ ആത്മീക ജീവിതത്തിനൊരു വ്യത്യാസമുണ്ടാകണം. നമ്മുടെ ആത്മീക ജീവിതത്തിന് ഒരു ശോഭയുണ്ടാകണം. കർത്താവേ, ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ പ്രാർത്ഥന ശബ്ദം അങ്ങ് കേട്ടു. ഞാൻ പല വിഷയത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ പ്രാർത്ഥന അങ്ങ് ചെവിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഈ വചനപ്രകാരം എനിക്ക് ചില കാര്യങ്ങൾ എന്നോട് തന്നെ മനസ്സിലാവുന്നുണ്ട്. കർത്താവേ, എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്റെ ജീവിതത്തിൽ ശുദ്ധീകരിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. കർത്താവേ, ഇന്ന് പൂർണ്ണ ശുദ്ധീകരണം എന്റെ ജീവിതത്തിൽ നടക്കുവാനായിട്ട് അങ്ങന്റെ കരത്തിൽ പിടിക്കണമെങ്കിൽ, അങ്ങന്റെ കരത്തെ പിടിച്ച് നടത്തണമെങ്കിൽ ആമേൻ എന്റെ ജീവിതത്തിൽ നിന്ന് ചിലത് മാറ്റുവാനിടയായി തീരണം. എന്റെ ആത്മീക ജീവിതം ശോഭയുള്ളതായി തീരുവാൻ, എന്റെ ആത്മീക ജീവിതത്തിന്റെ അകത്തളത്തെയും ചിലത് മാറ്റിക്കളയാറുണ്ട് കർത്താവേ. അതിന്ന് പൂർണ്ണമായിട്ട് മാറ്റി ഞാനൊരു പൂർണ്ണമായി അങ്ങേ നിർമ്മല മനസ്സാക്ഷിയോടെ സേവിക്കുന്ന ഒരാളായി തീരുവാൻ, അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പറയുവാനിടയായി തീരട്ടെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഇവിടെ ആമേൻ നമ്മൾ യോബിന്റെ പുസ്തകം 42-ന്റെ 9-ാം വാക്യത്തിലേക്ക് കൊണ്ട് വരികയാണ്. ആമേൻ അവസാന ഭാഗം, യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. അപ്പോൾ ഇയ്യോബ് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, തന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിന്റെ അവസ്ഥക്കെല്ലാം മാറ്റം വന്നു. നമ്മുടെ വിഷയം പ്രാർത്ഥന, അല്ലെ? കരം പിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ സന്നിധിയിലുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. അപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം പല പ്രയാസങ്ങളിലായിരിക്കാം, പക്ഷെ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ്റെ എത്തിയത്. യോബ് വളരെ കഷ്ടത്തിലാണ് ജീവിക്കുന്നത്, വളരെ പ്രയാസത്തിലൂടെയാണ് യോബ് കടന്നു പോകുന്നത്. രോഗിയാണ് താൻ, ശരീരം മുഴുവൻ വ്രണമാണ്. പക്ഷേ കർത്താവ് പറയാണ്, നീ നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, നിന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. യോബ് യാഗം കഴിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയുടെ ശബ്ദം, തന്റെ സ്നേഹിതർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ശബ്ദം കർത്താവ് കേൾപ്പാനിടയായി. അപ്പോൾ യോബിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ യോബിന്റെ മുഖത്തെ ആമേൻ ദൈവം എന്ത് ചെയ്തു? ആദരിച്ചു എന്നാ കാണുന്നത്. ദൈവം യോബിന്റെ പ്രാർത്ഥന കേട്ട് യോബിന്റെ മുഖത്തെ ആദരിച്ചു. യോബിന്റെ ശരീരത്തിനൊക്കെ രൂപാന്തരം ഉണ്ടായി, യോബിന്റെ ശരീരത്തിനൊക്കെ മാറ്റം സംഭവിച്ചു. ആമേൻ പഴയതൊക്കെ കഴിഞ്ഞുപോയ ഒരു ജീവിതത്തിലേക്ക് വന്നു. ഒരു വലിയ ആമേൻ ആശ്വാസം, ഒരു വലിയ പ്രതീക്ഷ, വലിയൊരു പ്രത്യാശ യോബിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ചിലന് മറുപടി ലഭിക്കണമെങ്കിൽ തുറന്ന മനസ്സാക്ഷിയോട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. ഹല്ലേലൂയ. ഇരുള് അടച്ചു കളയുന്ന ഇരുളടഞ്ഞ ഒരു പ്രാർത്ഥനയല്ല നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. ജൽപ്പനയുടെ ഒരു പ്രാർത്ഥനയല്ല നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. ആമേൻ. ശോഭയുള്ള പ്രകാശമുള്ള ദൈവം കേൾക്കുന്ന ആമേൻ ദൈവത്തിന് സുഗ്രാഹിയാഗമായ ഓരോ പ്രാർത്ഥനയായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകേണ്ടത്. നമ്മുടെ ആമേൻ സങ്കീർത്തന ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ളവരോടും നിന്റെ വീര്യപ്രവൃത്തിയും കുറിച്ച് അറിയിക്കുവോളം വാർദ്ധക്യവും നരയും ഉള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുത്. കർത്താവേ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാ അവസ്ഥയിലേക്ക് വരുന്നവരാണ്. പലപ്പോഴും പ്രായമുള്ളവരെ കാണുമ്പോൾ നമുക്ക് പലരും പുച്ഛിക്കുന്നുണ്ട്. ഒരിക്കലും പുച്ഛഭാവമല്ല പ്രിയപ്പെട്ട, നമ്മളും ആ അവസ്ഥയിലേക്ക് വരുന്ന ഒരു സമയമുണ്ട്. നമുക്കൊരു അപേക്ഷയുള്ള കർത്താവ് എന്റെ കരത്തെ ഒന്ന് പിടിച്ചുകൊണ്ടു. എന്റെ ബലം ക്ഷയിച്ച് എനിക്ക് നിവർന്നു നിൽക്കാൻ, എനിക്ക് നടക്കുവാൻ പറ്റാത്ത ഒരു കാലമാണ്. കർത്താവേ, ആ കാലത്തിൽ വരുന്നത് താങ്ങണം. അമ്മേ, നമുക്ക് പ്രായമാകുന്നതിന് മുമ്പ് നമ്മുടെ മുട്ടുവരെ നമുക്ക് തറയിൽ ഇരിക്കുവാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ഈ അവസ്ഥയൊക്കെ ഒന്ന് മാറുവാൻ കർത്താവിൻ്റെ അടുത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടത്. എന്റെ കരത്തെ അങ്ങൊന്ന് പിടിക്കണമേ കർത്താവ്.
എനിക്ക് നല്ലതുപോലെ നിവർന്നു എന്റെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാനുള്ള ആ കൃപ കർത്താവേ, ആ വാർദ്ധക്യ സമയത്തും എന്റെ കരത്തിൽ ഒന്ന് താങ്ങിക്കൊള്ളണമേ. അങ്ങയുടെ കരം എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ഭയവുമില്ല കർത്താവ്. ഹല്ലേലൂയ. നമുക്കൊന്ന് പ്രാർത്ഥിപ്പാൻ ആയിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ 21-ാം വാക്യത്തിൽ നീ എന്റെ മഹത്വം വർദ്ധിപ്പിക്കുന്ന കർത്താവാണ്. കരത്തിൽ പിടിക്കുക മാത്രമല്ല, വാർദ്ധക്യത്തിൽ നമ്മുടെ മഹത്വത്തെ വർദ്ധിപ്പിക്കും. നമ്മളെ ശോഭയുള്ളവരാക്കി തീർക്കും. അനേകരുടെ മുമ്പിൽ ബലത്തോടെ നിൽക്കുന്നവരാക്കി നമ്മളെ കർത്താവ് തീർക്കും. നമ്മുടെ ഹൃദയം ശുദ്ധമെങ്കിൽ. ഹല്ലേലൂയ. ചിലപ്പോൾ കർത്താവ് നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കർത്താവ് സംസാരിക്കാറുണ്ട്. ആലോചനകളെ വ്യർത്ഥമാക്കി കളയുന്ന കർത്താവ്. ആലോചനകളെ നാം വൃഥാവാക്കി അതിനെ മറികടന്നു പോകരുത്. എന്താണെന്ന് കർത്താവിനടുത്ത് ചോദിക്കണം. കർത്താവേ, എന്നെ ശുദ്ധീകരിക്കുവാൻ അങ്ങെന്നോട് സംസാരിക്കുന്ന ഓരോ വാക്കുകളും എന്റെ ജീവിതത്തിൽ വിജയമുള്ളതായി തീരട്ടെ. ഞാൻ മഹത്വമുള്ളവരായി തീരേണ്ടതിന് എന്റെ കരത്തിൽ അങ്ങൊന്ന് പിടിക്കണമേ എന്ന് പ്രാർത്ഥിപ്പാനിടയായി തീരട്ടെ. അല്ലേ പ്രിയപ്പെട്ട, നമ്മുടെ കരത്തിൽ കർത്താവ് ഒന്ന് പിടിക്കണം. നാം മഹത്വമുള്ളവരായി തീരുവാൻ വേണ്ടി, നാം ബലമുള്ളവരായി തീരുവാൻ വേണ്ടി. ഹല്ലേലൂയ. ഇന്ന് രാത്രി പൂർണ്ണമായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഇന്ന് നമ്മളോട് എന്താണ് സംസാരിച്ചത്? ദൈവത്തിന്റെ ആ വലിയ ബലം നമ്മളുടെ കൂടെ ഇരിക്കട്ടെ. സർവശക്തന്റെ കരം നമ്മളുടെ കൂടെ ഇരുന്ന് നമ്മളെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുവാൻ നമ്മളെ പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ശുദ്ധീകരണത്തിനായി നമ്മുടെ ഓരോ പ്രാർത്ഥനയും ബലമുള്ളതായി തീർക്കട്ടെ. അനുഗ്രഹത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ആമേൻ ഈ അവസരമൊരുക്കുന്ന കർത്താവിന്റെ ദാസന് ആമേൻ ഈ ഗ്രൂപ്പിൽ എല്ലാ അംഗങ്ങളായിരിക്കും. ഇന്ന് കർത്താവിന്റെ വചനം എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്നെ നന്ദി അറിയിക്കുന്നു. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. നമുക്ക് ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തുറന്ന മനസ്സോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. ചില പ്രിയപ്പെട്ടവർ രോഗികളായി ഭാരപ്പെടുന്നു, മരുന്നിനോട് പ്രതികരിക്കുന്നില്ല. ആമേൻ. അങ്ങനെയുള്ള ചില വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആദ്യമായി തിരുവനന്തപുരത്തുള്ള തിരുവനന്തപുരം കാട്ടാക്കട കാലക്കോട് സ്വദേശിയായ 20 വയസ്സുള്ള വിൻസി എന്ന പ്രിയ പൈതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മജ്ജയിൽ ക്യാൻസറായി ഭാരപ്പെടുന്നു, മരുന്നിനോട് പ്രതികരിക്കുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്വർഗത്തിലെ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ മനോഹരമായ നല്ല രാത്രി സമയം പ്രിയ പിതാവേ, ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിൻസി എന്ന പ്രിയ പൈതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിൻസിയുടെ ശരീരത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രിയ പൈതലിന്റെ മേൽ ദൈവത്തിന്റെ കരം വിടുതലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മജ്ജയിൽ ക്യാൻസറായി ഭാരപ്പെടുമ്പോൾ മരുന്നുകൾ യഥാസ്ഥിതിയിൽ ശരീരത്തിൽ പ്രവർത്തിപ്പാൻ കർത്താവ് ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ സന്നിധാനത്തെ യാചിക്കുകയാണ് പിതാവേ. പ്രിയ പൈതലിനെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇന്ന് രാത്രി പൂർണ്ണ സൗഖ്യം പ്രിയ പൈതലിന്റെ മേൽ കൽപ്പിക്കുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടൂരുള്ള അടൂർ പടകുളം സഭാശുശ്രൂഷനായിരിക്കുന്ന ഹല്ലേലൂയ തോമസ് കുട്ടി പാസ്റ്ററിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഡിസ്കിനുണ്ടായിരിക്കുന്ന പ്രയാസത്താൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ സ്വർഗമേ, അങ്ങയുടെ കരം അങ്ങയുടെ ദാസന് അനുകൂലമായിരുന്ന് അങ്ങയുടെ ദാസനെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഡിസ്കിന്റെ തകരാറുകൾ പൂർണ്ണമായി മാറുവാൻ പൂർണ്ണ സൗഖ്യത്തോടെ എഴുന്നേൽപ്പാൻ കർത്താവ് ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യുഎസിലായിരിക്കുന്ന പാസ്റ്റർ സാം അബ്രഹാമിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാർട്ടിന്റെ ഓപ്പൺ സർജറിക്ക് ശേഷം വളരെ പ്രയാസത്തിലൂടെ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന അദ്ദേഹത്തിന് വേണ്ടി അങ്ങയുടെ ദാസന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും കൊടുത്ത് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരട്ടെ കർത്താവേ. ഞങ്ങൾ ഈ 3 വിഷയത്തിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം മറുപടി കൊടുത്ത് വിടിവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ശ്രദ്ധിച്ച തിരുവചനം പോലെ ഹല്ലേലൂയ, ഞങ്ങൾ നിർമ്മല മനസ്സാക്ഷിയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. 3 വേണ്ടി കർത്താവ് സൗഖ്യം നൽകണം. ദൈവം ആശ്വസിപ്പിച്ച് വിടുതൽ കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഒരിക്കൽ കൂടി കർത്താവിന്റെ ദാസനെയും കുടുംബത്തിനും എന്റെ നന്ദി സമർപ്പിച്ചുകൊണ്ട്
എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.